കടൽക്കയറ്റ പ്രശ്നത്തിൽ സർക്കാരിന്റെ അനാസ്ഥ. കണ്ണമാലി പ്രദേശവാസികൾ ഫോർട്ട് കൊച്ചി ആലപ്പുഴ തീരദേശപാത ഉപരോധിച്ചു. രാവിലെ 6 മണി മുതൽ ആരംഭിച്ച ഉപരോധത്തിൽ തീരദേശപാത വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. ടെട്രോപോഡ് പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിച്ച സാഹചര്യത്തിലായിരുന്നു പ്രതിഷേധം. ജില്ലാ കളക്ടർ എത്തിയാണ് ഉപരോധം അവസാനിപ്പിച്ചത്. കടൽക്കയറ്റ ദുരിതം നേരിടുന്ന കണ്ണമാലിയിലെ തീരദേശ ജനത മഴ പോലും വകവയ്ക്കാതെ അധികാരികളുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഫോർട്ട് കൊച്ചി ആലപ്പുഴ തീരദേശപാത ഉപരോധിച്ച സമരക്കാർ റോഡിനു നടുവിൽ അടുപ്പുകൂട്ടി കപ്പ വേവിച്ച് പ്രതിഷേധിച്ചു. എപ്പോഴും വെള്ളം കയറും. ഞങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് വേണം, കടൽ ഭിത്തി വേണം, അല്ലാണ്ട് ഒരു നിർത്തിയില്ല. അല്ലാണ്ട് ഞങ്ങളൊക്കെ ഒരിടത്തും പോയിട്ടും കാര്യമില്ല. ഞങ്ങൾ ഈ പണിക്കാരാണ്, മത്സ്യത്തൊഴിലാളികളാണ്. ഈ മത്സ്യത്തൊഴിലാളിക്ക് വേറെ വല്ലയിടത്തും പോയിട്ട് വലിയ ഗുണമുണ്ടോ? 2021 ചെല്ലാനം കൊച്ചി തീരത്ത് 10 കിലോമീറ്റർ സ്ഥലത്ത് CMS പാലം വരെ കരിങ്കൽ ഭിത്തിയും ടെട്രാപോഡും, ബസാർ വേളാങ്കണ്ണി പ്രദേശത്ത് 6 പുലിമുട്ടുകളും, പുത്തൻതോട് കണ്ണമാലി പ്രദേശത്ത് 9 പുലിമുട്ടുകളും നിർമ്മിക്കുന്നതിനായി സർക്കാർ ഭരണാനുമതി നൽകിയിരുന്നു. എന്നാൽ 7.36 കിലോമീറ്റർ സ്ഥലത്ത് കടൽ ഭിത്തിയും 6 പുലിമുട്ടുകളും നിർമ്മിച്ചുവെങ്കിലും ശേഷിക്കുന്ന പദ്ധതിയുടെ നടത്തിപ്പ് ഏതാണ്ട് നിശ്ചലാവസ്ഥയിലാണ്. ഇതേ തുടർന്നായിരുന്നു പ്രതിഷേധ സമരം. സമരത്തിനിടെ അതുവഴി വന്ന ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് K ബാബുവിനെ പ്രതിഷേധക്കാർ കടത്തിവിട്ടില്ല. ചൊവ്വാഴ്ച സമരസമിതി നേതാക്കളുമായി ചർച്ച നടത്താമെന്ന ജില്ലാ കളക്ടറുടെ ഉറപ്പിന്മേലാണ് ഉപരോധ സമരം തീരദേശവാസികൾ അവസാനിപ്പിച്ചത്. ചെല്ലാനം പഞ്ചായത്തിൽ ഓൾറെഡി നമ്മൾ 7 കിലോമീറ്റർ ടെട്രോപോഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി 4.6 കിലോമീറ്റേഴ്സ് ഉണ്ട്. ആ പ്രോജക്റ്റ് കുറിച്ച് പോർട്ട് ട്രസ്റ്റ് എടുക്കുന്ന മണ്ണ് അതിവിടെ വന്ന് ഫിൽ ചെയ്ത് സംരക്ഷണം, ആ കാര്യം നമ്മൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റോട് ഒന്നുകൂടി പോർട്ട് ട്രസ്റ്റോടും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റോടും ഒന്നുകൂടി ചർച്ച ചെയ്തിട്ട് അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പോൾ ഞാൻ അവിടെ വാഗ്ദാനം വന്നിട്ടുള്ളത്. ട്യൂസ്ഡേ തന്നെ ഒരു യോഗം വിളിച്ച് പോർട്ട് ട്രസ്റ്റോട് യോഗം വിളിച്ച് നമുക്ക് ആ ആക്ഷൻ എങ്ങനെ എടുക്കാൻ പറ്റുന്ന അടിയന്തരമായിട്ട് പരിശോധിച്ച് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാം. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ഡ്രഡ്ജ് ചെയ്ത് നീക്കുന്ന മണൽ ഉൾപ്പെടെ നിക്ഷേപിച്ച് തീരദേശം പുനർനിർമ്മിക്കുന്നതിലടക്കം തീരുമാനമുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് കണ്ണമാലി തീരദേശവാസികളുടെ നിലപാട്. ജനം, കൊച്ചി.